കഴിഞ്ഞ ദിവസം മുതൽ റഷ്യ ഉക്രൈന് നേരെ തുടരുന്ന ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. അവരുടെ തലസ്ഥാനമായ കീവ് ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ചിലയിടങ്ങളിൽ ബോംബിംഗ് നടന്നതായിട്ടുള്ള വാർത്തകളും വരുന്നു. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും വാരി വിതറിക്കൊണ്ട് കീവിനെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ വ്യോമാക്രമണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പട്ടണങ്ങളിലും നഗരങ്ങളിലുമെല്ലാം സ്ഥിതി മോശമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതുകൂടാതെ തന്നെ ഉക്രൈന്റെ പല ഭാഗത്തും റഷ്യയുടെ കരസേന നിലയുറപ്പിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആയിരക്കണക്കിന് പേർ ഇതിനോടകം തന്നെ പലായനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലണ്ടനിൽ ജർമ്മനി വിക്ഷേപിച്ച അല്ലെങ്കിൽ ജർമ്മനി ഇട്ടിരുന്ന ബ്ലിറ്റ്സ് ബോംബുകൾക്ക് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്നത്. പല പട്ടണങ്ങൾക്കും നേരെ റഷ്യ ബോംബാക്രമണം തന്നെയാണ് നടത്തുന്നത് എന്ന് കെവിന്റെ ഭരണ മേധാവി ടൈമൂർ പറയുന്നു. അദ്ദേഹം പറയുന്നത് 78 പേർ കൊല്ലപ്പെട്ടു, 400-ലധികം പേർക്ക് പരിക്കേറ്റു. അമേരിക്ക ഉക്രൈന് പേട്രിയറ്റ് മിസൈൽ നൽകും എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മാരകമായ ആക്രമണമാണ്. മെട്രോയിലും മറ്റുമൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം ജനങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് ഈ ഉക്രൈൻ വിട്ട് മറ്റു ഇടങ്ങളിലേക്ക് പലായനം ചെയ്തത്. പല ഇടങ്ങളും വിജനമാണ്. അതുകൊണ്ട് തന്നെ ആണ് ആൾനാശം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും. ഏതായാലും വലിയ രീതിയിലുള്ള ആക്രമണം റഷ്യ ഘടിപ്പിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രോണുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മാരകമായ മിസൈലുകളും ബോംബുകളുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് മലയാളം.